ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ നമ്മുടെ ദേവിയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി മിത്രയൊക്കെ കൂടിയിട്ട് വളരെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മീനാക്ഷി മിത്രം സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ദേവിക്ക് ഇങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാണെന്നും ദേവിക്ക് പണവും അതുപോലെ തന്നെ സ്വർണവും ഒന്നും തന്നെ ഇല്ലെന്ന് നമ്മുടെ മീനാക്ഷി മിത്രയും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മുടെ അമ്മയും ദേവിയുടെ അമ്മയും ദേവിയും കൂടി നേരിട്ട് സംസാരിക്കണത് മീനാക്ഷിയും ഇത്രയും കേട്ടിട്ടുണ്ടായിരുന്നു. അവരത് കേട്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ശ്രീകല അവരുടെ കാലിൽ വീണിട്ട് പറയാണ്, മക്കളെ നിങ്ങൾ ഇത് ഒരിക്കലും ആനന്ദിനോട് വീട്ടിലോ ആർത്തും പറയരുത്, ദേവിമോളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. നിങ്ങൾ അറിഞ്ഞ ഈ രഹസ്യം ആരോടും പറയരുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ കാല് പിടിക്കാൻ, എന്റെ മോളുടെ ജീവിതം നിങ്ങളായിട്ട് കുളമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നതുകൊണ്ടാണ് മീനാക്ഷിയും ഇത്രയും ഈ ഒരു സത്യം ആരോടും പറയാതിരുന്നത് കേട്ടോ. പക്ഷെ അവര് ദേവിയെടുത്ത് ക്ഷമിക്കുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ ആനന്ദേട്ടനെ അത്രമാത്രം ദേവി സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടിട്ട് അവർ ഈ കാര്യം ആർത്തും പറയത്തൊന്നുമില്ല. പക്ഷെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരാറില്ല. പഴയ തുണിയുണ്ടോ, പഴയ ഉപയോഗിക്കാത്ത കീറിയ വസ്ത്രങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ വരുമ്പോഴേക്കും നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ഇവിടെ പിള്ളേരൊന്നും ഇല്ല, അവരൊക്കെ ഒരു ജോലിക്ക് പോയിരിക്കുകയാണ്, വൈകിട്ട് വരാണെങ്കിൽ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാന്നും പറയുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ തുണികളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്, ഒരു കീറിയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്, പാകില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാനായിട്ടാണ് നിങ്ങളെ പറയാട്ടോ. അങ്ങനെ ശരി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അതുപോലെ ഗോമതിയുടെ പഴയ സാരിയൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. മീനാക്ഷിയുടെ പഴയ സാരിയും അതുപോലെ തന്നെ ഇപ്പൊ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ. അപ്പൊ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി മോളെ ചോദിക്കുമ്പോഴേക്കും അമ്മ എന്റെ അടുത്തുണ്ട്, പഴയ ഡ്രസ്സൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ വണ്ണം വെച്ചത് കൊണ്ട് അതൊന്നും ഉപയോഗിക്കാറില്ല, അതൊക്കെ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ദേവി അതൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ദേവിയുടെ വീട്ടില് ദേവിയുടെ പഴയ സാധനങ്ങളൊക്കെ, ചെറിയൊരു ഡയറി, ചെറിയൊരു ആൽബം പോലത്തെ ഒരു സംഭവം ദേവിയുടെ കയ്യിലുണ്ട് കേട്ടോ. അത് ദേവി ഡ്രസ്സുകളുടെ, അത് ഒരു വലിയ പെട്ടിയുണ്ട്, ഇരുമ്പ് പെട്ടി. ആ പെട്ടിനുള്ളിലാണ് ദേവി ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. ആ പെട്ടിന്റെ ഉള്ളിൽ ദേവിയുടെ ഡ്രസ്സിന്റെ കൂട്ടത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് അച്ഛനും അമ്മേനും അനിയത്തിനെയൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ദേവി അത് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേവി പഴയ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഇത് നിലത്തേക്ക് വീഴുന്നുണ്ട്. വീഴുമ്പോഴേക്കും ദേവി അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഇതിപ്പോ എന്റെ കയ്യിൽ ഒക്കെ തന്നെ വന്നിട്ട് രക്ഷപ്പെട്ടു, ഇതെങ്ങാനും നിലത്തെങ്ങാനും വീണ് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. കാരണം ഇത് പഴയ ഫോട്ടോയാണത്. പഴയ ഫോട്ടോ, ഒത്തിരി പഴയ ഫോട്ടോയാണ്. അതില് നമ്മുടെ ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകലയൊക്കെ ഒരുമാതിരി ഒന്നുമില്ലാതെ, അതായത് ഭയങ്കരമായിട്ട് കീറിയ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഒരു കുടിലിൽ നിൽക്കുന്ന പോലത്തെ ഒരു പഴയ ഫോട്ടോ ആണ്. പഴയ രീതിയിൽ ഫോട്ടോ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആട്ടോ. അങ്ങനെ നമ്മുടെ കുറച്ചു നേരത്തേക്ക് നമ്മുടെ ദേവി അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദേവി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരിങ്ങനെ മീനാക്ഷിക്കും ഇത്രക്കൊക്കെ മനസ്സിലായി, ദേവി എന്തോ പഴയ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അമ്മയുടെ അച്ഛന്റെ ആരുടെയൊക്കെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടോ. അതിനുശേഷം ദേവി എടുത്ത് വരുന്നുണ്ട്. ദേവിയെടുത്ത് പഴയ തുണി എടുക്കുന്ന കൂട്ടത്തില് വീട്ടിലെ പഴയ ആൽബോ ഫോട്ടോ എന്തെങ്കിലും കണ്ടു അല്ലേ, അതാ ദേവിയടുത്തേക്ക് വല്ലത്തെ ഫീലിങ്സ് പോലെ, എന്താ ദേവിയടുത്തേക്ക് അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, അച്ഛനും അമ്മേനെ കാണാനായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടോ ചോദിക്കുമ്പോ അത് ആർക്കാ മീനാക്ഷി ഇല്ലാത്തത്, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മേനെയൊക്കെ മിക്കപ്പോഴും കാണാൻ വേണ്ടി തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞിട്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, എന്റെ കയ്യിലും ഉണ്ട് ഇതുപോലെ ഫോട്ടോ, അച്ഛനും അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എന്റെ അടുത്തും ഉണ്ടെന്ന് പറയാണ്. ഇത്രയും പറയുന്നുണ്ട്, എന്റെ അടുത്തുണ്ട്, അച്ഛനും അമ്മേനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്റെ അടുത്തുണ്ടെന്ന് പറയാണ്. എങ്കിലും ഇതൊക്കെ കാണിച്ചു തരാവോ, നമ്മുടെ പഴയ കോലൊക്കെ നമുക്ക് കാണാലോ എന്ന് മീനാക്ഷി പറയാണ്. അത് കേൾക്കണത് ദേവി ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്റെ ഫോട്ടോ പഴയതെങ്ങനെ കണ്ട് എന്ത് ചെയ്യും, ഇവരാണെങ്കിൽ കണ്ടും ചെയ്ത് ഇനിയിപ്പോ കാണിക്കാതിരിക്കാനും പറ്റില്ല, കാണിച്ചില്ലെങ്കിൽ അതൊരു സംശയവും, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇനി ആലോചിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മിത്ര പറയേണ്ട, ഒരു സെക്കൻഡ് ഞാൻ പോയി നോക്കിയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ മിത്ര വേഗം പോയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ഫോട്ടോ ഇങ്ങനെ തപ്പുന്നുണ്ട്. അപ്പൊ ആരെയും ചോദിക്കണ്ടേ, എന്താ മിത്ര നീ ഇങ്ങനെ തപ്പണത്, നിന്റെ പേപ്പറോ ബുക്സോ എന്തിനും നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമല്ല, ഞാൻ ഒരു ഫോട്ടോ തപ്പുവാണ്. ഫോട്ടോയോ, എന്ത് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ. എന്റെ ഫോട്ടോയൊക്കെ നീ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അയ്യോ അതല്ല, ഞാനും അമ്മയും അച്ഛനും കൂടിയുള്ള ഒരു പഴയ ഫോട്ടോ ഉണ്ട്, അത് അന്വേഷിക്കുകയാണ്. മീനാക്ഷി ചേച്ചിയും മിത്രേച്ചിയും അതുപോലെ തന്നെ ദേവിയടുത്തും കൂടി ഞങ്ങൾ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്റെ പഴയ ഫോട്ടോ ഒന്ന് ഞാൻ എന്റെ ചുരിദാറിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്, ഇപ്പൊ അത് കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അതിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചുരിദാറിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ആര്യന് ആ ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ. ആഹാ, ഇത് പഴയ ഫോട്ടോ ആണല്ലോ, ഈ ഫോട്ടോ നീ പഴയത് നിന് മുമ്പ് കാണുന്ന ഇതുപോലെ തന്നെ നീ ഇപ്പോഴുള്ളത്, മുമ്പൊക്കെ നീ എന്ത് സാധനമായിരുന്നു, എന്നെ കാണുമ്പോ എപ്പോഴും കടിച്ചു തിന്നാൻ വേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോ മിത്ര പറയുന്നുണ്ട്, നീയും മോശമൊന്നുമല്ല, എന്നെ കാണുമ്പോ നീയും കടിച്ചു തിന്നാൻ വേണ്ടി വരുന്ന സ്വഭാവമാണല്ലോ നിന്റെ എന്ന് പറയാണ്. അങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട് മിത്രനെ ഒരുപാട് കളിയാക്കൊക്കെ ചെയ്തിട്ട്, നീ ചക്കപ്പോത്ത് പോലെ ആയിരിക്കണത്, എന്ത് വണ്ണോ നിനക്ക് ബബിളി പോലെ ഉണ്ട്, ഇപ്പൊ നീ മെലിഞ്ഞുണങ്ങി, ആൾക്കാർ പറയും ഞാൻ നിനക്ക് ഫുഡൊന്നും തരുന്നില്ലെന്ന്.
ആളുകളൊക്കെ പറയും ഞാൻ നിനക്ക് ഫുഡൊന്നും തരാത്തോണ്ടാണ് നീ ഇങ്ങനെ മെലിഞ്ഞുണങ്ങി പോയെന്ന്. അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ മീനാക്ഷിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീനാക്ഷി ഇത്രയും ആ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവിയടത്തിനെ കാണില്ലല്ലോ, ദേവിയടത്തിന്റെ ഫോട്ടോയും കൂടി നോക്കാം. ദേവിയടത്തിന് നല്ല രസമായിരിക്കും, ഇപ്പോഴും നല്ല രസമാണല്ലോ, ചെറുപ്പത്തിൽ നല്ല രസമൊക്കെ ആയിരിക്കും എന്ന് പറയണേ. അപ്പൊ ദേവിയടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ദേവിയടുത്ത് പറയുന്നുണ്ട് അത് എന്റെ പഴയ ഫോട്ടോയാണ്, അതിൽ മുഖം ഒന്നും വ്യക്തമല്ല എന്ന് ദേവി പറയാണ്. അതൊന്നും കുഴപ്പമില്ല, കാണിച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ ആര്യൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് എന്താ ദേവിയടുത്തി, ദേവിയുടെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ കണ്ടു, ദേവിയടുത്തിന്റെ ഫോട്ടോയും കൂടി കാണട്ടെ. ആനന്ദേട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും ദേവിയടുത്തിന്റെ ഫോട്ടോ കാണുമ്പോ. അത് മോശപ്പെട്ട ഫോട്ടോയാണ്, അത് കൊള്ളില്ല, ഞാൻ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോയാ. അതിനെന്താ, ഞങ്ങള് ചെറുപ്പത്തിൽ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് ചെറുപ്പത്തിലെ കുട്ടി ഫോട്ടോയല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ മടിക്കണത്, അത് ഇപ്പൊ കാണണ്ട. ആനന്ദേട്ടൻ കണ്ട അതിനെ കളിയാക്കും. ആനന്ദേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഒളിപ്പിച്ചു ദേവിയടുത്ത് എവിടെ എടുത്തിരിക്കണേ എനിക്കറിയാം, ഞാൻ ഒളിച്ചു പോയി എടുത്തിട്ട് ആനന്ദേട്ടനെ കാണിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ ഞാൻ ഇടുവോന്നൊക്കെ പറയാണ്. ദേവി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാനത് കാണിച്ചു തരാം, പക്ഷെ അതിലെ ഒട്ടും ക്ലിയർ അല്ല മുഖം, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്ന് കണ്ടാ മതി എന്ന് പറയാണ്. ദേവി ഇഷ്ടം ഞാനിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിക്കണം, മര്യാദയ്ക്ക് എടുത്തോണ്ട് വാ ദേവി അടുത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യനും ഇങ്ങനെ കാത്തിരിക്കട്ടെ ഫോട്ടോ കാണാൻ വേണ്ടി. ദേവി ആ ഫോട്ടോ എങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് ഈ ഫോട്ടോ എങ്ങനെ കാണിക്കും. അപ്പൊ ഒരു പഴയ ഫോട്ടോ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കത് ചുരണ്ടി കഴിഞ്ഞാല് മുഖമൊക്കെ ക്ലിയർ ആവത്തില്ല. അപ്പൊ ആ രീതിയാ. അപ്പൊ അത് ശരിക്കും മുഖമൊക്കെ ക്ലിയർ ആയിട്ടോ, അവിടെ ഇവിടെയൊക്കെ ചെറിയ പൂപ്പല ഉണ്ട്, അത്രേ ഉള്ളൂ. ദേവി അത് ശരിക്കും ഒന്നും കൂടി ക്ലിയർ ഇല്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ മായ്ക്കും, അതായത് നല്ല തുണി വെച്ചിട്ട് കട്ടിയുള്ള തുണി വെച്ചിട്ട് ഇങ്ങനെ മായ്ക്കുമ്പോഴേക്കും അവരുടെ ഫോട്ടോ കുറച്ചൊരു ബ്ലർ ആയി പോകും. ഇതിന് ശേഷമാണ് ഇങ്ങനെ കാണിക്കണത്. കാണിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ചിരിക്കാണ്, എല്ലാവരുടെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ബാലൻ വരുന്നുണ്ട്, എന്താ ഒരു പൊട്ടിച്ചിരിയും കളിച്ചിരിയൊക്കെ. അത് മറ്റേ ആര്യം പറയുന്നുണ്ട് അതെ അച്ഛന്റെ പ്രിയപ്പെട്ട ദേവിയെടുത്ത പഴയ ഫോട്ടോ കണ്ട് ഞങ്ങൾ ചിരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിരിക്കാട്ടോ. അപ്പൊ ദേവിയെടുത്ത് ചോദിക്കേണ്ടത് എവിടെയാ സ്ഥലം, നിങ്ങളുടെ തറവാടാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് പഴയ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദേവി അവിടെ നിന്ന് രക്ഷപ്പെടും കേട്ടോ. അപ്പൊ നമ്മുടെ ആര്യനും ഇത്രക്കും മീനാക്ഷിക്കൊക്കെ കാര്യം മനസ്സിലായത് ഒരു പഴയ വീടാണെന്നും അവർക്കൊന്നും ഇല്ലാത്തവരായിരുന്നു ആദ്യം. അവർ വിചാരിക്കണ മീനാക്ഷിയും ഇത്രയൊക്കെ അറിയാലോ സത്യങ്ങളൊക്കെ. അപ്പൊ ആര്യം വിചാരിക്കണ പഴയ വീടാണ് മുമ്പ്, പിന്നെ ഇടക്കാലത്ത് അങ്ങനെ പണക്കാരായതായിരിക്കും എന്നൊക്കെയാണ് ആര്യം വിചാരിക്കണം. എന്തായാലും ദേവി അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ദേവി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കട്ടോ. ശരിക്കും ദേവിനെ കുറിച്ചുള്ള സത്യങ്ങൾ മീനാക്ഷിക്കും ഇത്രക്ക് മാത്രമേ ഉള്ളൂ. ആര്യനും അറിയാട്ടെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ. വേറെ ആരും ബാലനും ദേവിയും വേറെ ആനന്ദൊന്നും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവർക്കും ചെറിയ ചെറിയ സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ദേവി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തമിഴിൽ മാത്രമല്ല ഈ സീരിയൽ തെലുങ്കിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലും ചെറിയ ഇതിൽ മലയാളത്തിലെ പോലെ തന്നെ ചെറിയ സാമ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തമിഴ് മാത്രമല്ല ഇതിന്റെ ബാക്കി ലാംഗ്വേജ് ഒക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ എല്ലാത്തിലും ഭയങ്കര വില്ലത്തി ക്യാരക്ടർ വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രമാണ് വില്ലത്തിയായിട്ട് ഒരു ക്യാരക്ടർ പോലും വരാത്തത്. പക്ഷെ ഉടനെ തന്നെ വരും. ധർമ്മന്റെ ഭാര്യ തന്നെ ആയിരിക്കും അത് വരുന്നത്. എന്നാൽ ധർമ്മന്റെ കല്യാണമാണ് അടുത്തൊരു വലിയൊരു ഭാഗം എന്ന് പറയണത്. അതിനുശേഷമായിരിക്കും അനുമോളുടെ ഭാഗമൊക്കെ വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.